വെൽക്കം ബാക്ക്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ അടുത്തൊരു പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് വെച്ചത് പെഡിഗ്രി അനാലിസിസും ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചായിരുന്നു അല്ലേ. ജനറ്റിക് ഡിസോർഡേഴ്സിൽ നമ്മൾ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഡിസോർഡേഴ്സിന്, ഒന്ന് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്, രണ്ട് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആ എക്സാമ്പിൾസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് ഇന്ന് നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള എന്തിനെ കുറിച്ചാണ്? മെൻഡേലിയൻ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. എന്തായിരുന്നു മെൻഡേലിയൻ ഡിസോർഡേഴ്സ് പറഞ്ഞാൽ? ആൾട്രേഷൻ ഓർ മ്യൂട്ടേഷൻ ഓഫ് ജീൻസ് വഴി ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക അല്ലേ. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത് ഹീമോഫീലിയ. അപ്പൊ അത് വെച്ച് തുടങ്ങട്ടെ. നമ്മള് ഒന്നാമത്തെ ആളായിരുന്നു ആര്? ഹീമോഫീലിയ. ഹീമോഫീലിയ ഹീമോഫീലിയ എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ? ഹീമോഫീലിയ നമ്മൾ റോയൽ ഡിസീസ് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. റോയൽ ഡിസീസ് എന്ന് കൂടി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും വിളിക്കാറുണ്ട്. പല പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഇയാളുടെ പ്രത്യേകത. ഹീമോഫീലിയന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ എക്സ് ലിങ്ക്ഡ്. എന്താ മക്കളെ എക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ? സെക്സ് ലിങ്ക്ഡ്. എന്താ അങ്ങനെ പറഞ്ഞാല്? ഈ അസുഖവുമായി ബന്ധപ്പെട്ട ജീൻ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അതാണ് എക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. എന്താ റെസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാല്? ഈ അസുഖവുമായി ബന്ധപ്പെട്ട ജീൻ എവിടെ കാണുന്നത്? എക്സ് ക്രോമസോമിലാണ്. ആ ജീന് റെസസീവ് ടൈപ്പിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ അസുഖം ഉണ്ടാവുക. ഡോമിനന്റുകാർക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല? അസുഖം ഉണ്ടാവില്ല. റെസസീവുകാർക്കാണ് അസുഖം ഉണ്ടാവുക. റെഡി ആണല്ലോ. അപ്പൊ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് എ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ അഥവാ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി എന്താണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ? എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ? ഹീമോഫീലിയന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഒരു 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് കൊയാഗുലേഷൻ നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ +1 ബോഡി ഫ്ലൂയിഡ്സ് പഠിച്ച സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബ്ലഡ് കൊയാഗുലേഷനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ പോലെയിരിക്കുന്ന കുറെ പ്രോട്ടീൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ കെ, കാൽഷ്യം അയോൺസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടർ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. ഇങ്ങനെ ബ്ലഡ് കൊയാഗുലേഷനെ സഹായിക്കുന്ന ഏതോ ഒരു പ്രത്യേക പ്രോട്ടീൻ, ആ പ്രോട്ടീന്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ അസുഖം ഉണ്ടാവുന്നത്. അങ്ങനെ ബ്ലഡ് കൊയാഗുലേഷൻ സഹായിക്കുന്ന പ്രോട്ടീൻ പ്രൊഡക്ഷൻ തകരാറിലാവുകയും അതുകൊണ്ട് തന്നെ ചെറിയൊരു മുറിവുണ്ടായ പോലും അതിലൂടെ അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുകയും അതുവഴി ആൾ മരിച്ചുപോവുകയും ചെയ്യാണ് ചെയ്യുക. സാധാരണഗതിയിൽ ചെറിയൊരു മുറിവാണെങ്കിലും, തിരക്കില്ലാത്തൊരു മുറിവാണെങ്കിലും, കുറച്ച് വലിയ മുറിവാണെങ്കിലും ഏകദേശം 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. എന്നാൽ ഇവരിൽ ചെറിയൊരു മുറിവുണ്ടായ പോലും അതിലൂടെ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് സംഭവിക്കും, ഇവർ മരിച്ചുപോവുകയും ചെയ്യും. ഇതാണ് ഈ അസുഖത്തെ വിളിക്കുന്നത് ഹീമോഫീലിയ കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നു എ protein involved in blood clotting. A protein involved in blood clotting or blood coagulation is affected. So a simple cut leads to non-stop bleeding. A simple cut leads to non-stop bleeding. അപ്പൊ എന്താണ് ഹീമോഫീലിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഒറ്റ സിംഗിൾ സെന്റൻസ് എഴുതി കൊടുത്താൽ മതി. എന്താണ്? എ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് അഫക്റ്റഡ്, സോ എ സിമ്പിൾ കട്ട് ലീഡ്സ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ്. ക്ലിയർ ആണല്ലോ? ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്ന ഏതോ ഒരു പ്രത്യേക പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ തകരാറിലാവുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു മുറിവുണ്ടായ പോലും അതിലൂടെ അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ അസുഖത്തെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പെയർ അലീലുകളാണ്. ഒരു ജീനാണ്. ആ ജീന് 2 അലീലുകളുണ്ട്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ അങ്ങനെ നമ്മൾ പറയാം. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ്. ഒരു പെയർ അലീലുകളാണ്. ഏതൊക്കെയാണെന്ന് പറയാം മക്കളെ? ഒന്ന് ക്യാപിറ്റൽ എച്ചും അതേപോലെ സ്മോൾ എച്ചും. ഏതൊക്കെയാണ്? ഞാൻ കളർ മാറ്റി എഴുതാം. ഏതൊക്കെയാണ് അതിന് കൺട്രോൾ ചെയ്യുന്ന അലീലുകൾ? ക്യാപിറ്റൽ എച്ചും അതേപോലെ സ്മോൾ എച്ചും. നമ്മൾ പറഞ്ഞു ഇതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണെന്ന്.
എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എച്ച് ആയിക്കോട്ടെ സ്മോൾ എച്ച് ആയിക്കോട്ടെ കാണുക എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ്. ദെൻ റെസസീവ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ സ്മോൾ എച്ചുകാരായിരിക്കും എന്തുണ്ടാവുക? ഈ അസുഖം കാണിക്കുന്ന ആളുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതുകയാണ്, ക്യാപിറ്റൽ എച്ച് എന്ന് വരുന്ന ആളുകൾ ആരായിരിക്കും? നോർമൽ ആയ ആളുകളായിരിക്കും, അഥവാ അൺഅഫക്റ്റഡ് ആയ ആളുകളായിരിക്കും, അസുഖമൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. എന്നാൽ സ്മോൾ എച്ച് എന്ന് വരുന്ന ആളുകൾ ആരായിരിക്കും? ഹീമോഫീലിയ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ ഹീമോഫിലിക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? അപ്പം ക്യാപിറ്റൽ എച്ച് എന്ന് വരുന്ന ആളുകൾ നോർമൽ അല്ലെങ്കിൽ അൺഅഫക്റ്റഡ് ആയ ആളുകളായിരിക്കും. സ്മോൾ എച്ച് വരുന്ന ആളുകൾ ഹീമോഫിലിക് ആയിരിക്കും. റെഡി ആണല്ലോ? ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ അസുഖം മക്കൾക്ക് കിട്ടുക എന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഞാൻ പേരൻസിൽ വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് അറേഞ്ച്മെന്റും ഞാൻ എഴുതാം. അമ്മ ആരാണ്? എക്സ് ആണ്. അച്ഛൻ ആരാണ്? എക്സ് വൈ ആണ്. നമുക്കറിയാലോ. ആ എക്സിന് മുകളിൽ ആരുണ്ടാവുക? ഈ എച്ച് എന്നുള്ളൊരു അലിയിൽ ഉണ്ടാവുക, ഈ ഒരു ജീൻ ഉണ്ടാവുക. അപ്പൊ ഞാൻ കൊടുക്കുന്നു, ആദ്യം അച്ഛനും അസുഖമില്ല അമ്മക്കും അസുഖമില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ നോക്കുക. അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതുക? എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് ക്യാപിറ്റൽ എച്ച്. എക്സ് ക്രോമസോമിന് മുകളിൽ ആര് വന്നു? ക്യാപിറ്റൽ എച്ച് വന്നു എന്ന് പറഞ്ഞാൽ അമ്മയാണിത്. എക്സ് ക്യാപിറ്റൽ എച്ച് ആണ് എന്ന് പറഞ്ഞാൽ അമ്മക്ക് അസുഖമില്ല, അസുഖമില്ലാത്ത അമ്മയാണ്. ദെൻ അച്ഛനും അസുഖമില്ല എന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? അപ്പൊ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. എന്താ ഇവിടെ വൈന്റെ മേലെ എച്ച് എഴുതാത്ത? വൈ ക്രോമസോമിൽ ഈ പറഞ്ഞ ജീന് കാണുന്നില്ല. അപ്പൊ ഇതാണ് ഒരു അറേഞ്ച്മെന്റ്. ഇങ്ങനെ വരാം. അമ്മക്കും അസുഖമില്ല, അച്ഛനും അസുഖമില്ല. ഇനി വേറെ അറേഞ്ച്മെന്റ് ഞാൻ കാണിക്കാം. എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് ക്യാപിറ്റൽ എച്ച്. അമ്മ നോർമലാണ്, പക്ഷെ അച്ഛൻ ഇത് ക്രോസ് ആണ് കേട്ടോ, ഇത് ക്രോസ് ആണ് കേട്ടോ. എക്സ് സ്മോൾ എച്ച് വൈ. അച്ഛൻ ആരാണ്? ഹീമോഫീലിയ ഉള്ള ആളാണ്. അടുത്തൊരു അറേഞ്ച്മെന്റ് ചോദിച്ചാൽ, അമ്മ എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച് ആണ് എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് ആണ്. ക്രോസ് അച്ഛൻ നോർമൽ ആണ്, എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. ഇതൊരു ചാൻസ് ആണ്. ദെൻ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ, അമ്മ എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച് ആണ്. ക്രോസ് അച്ഛൻ ആരാണ്? അഫക്റ്റഡ് ആണ്. അപ്പൊ ആരാ? എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. ഇവിടെ വേറെ കാര്യം കൂടി എഴുതി തരാം. ഇതാരാണ്? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലേ? ഹെട്രോസൈഗസ് ആയ ആളുകൾ കാരിയർ ആണെന്ന് നമ്മൾ പറയാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്നും ഇവിടെ മാറ്റി എഴുതി തരാം. എങ്ങനെയാണെങ്കിൽ ഒരാൾ എക്സ് ക്യാപിറ്റൽ എച്ച്, ഇത് ഞാൻ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടോ? നമ്മള് പെഡിഗ്രി അനാലിസിന്റെ അവിടെ ഈ പറഞ്ഞ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? പിന്നെ അൺഅഫക്റ്റഡ് ആയ മദർ ആണ്. ദെൻ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? അൺഅഫക്റ്റഡ് ആയ ഫാദർ ആണ്, അല്ലെ മെയിൽ ആണ്. മദർ എന്ന് മാറ്റിയിട്ട് മെയിൽ നാക്കുക, ഫീമെയിൽ നാക്കുക കേട്ടോ. ഫീമെയിൽ ആണ്. ഇതാരാണ്? അൺഅഫക്റ്റഡ് ആയ മെയിലാണ്. ദെൻ എക്സ് സ്മോൾ എച്ച് എന്ന് വന്നാൽ അതാരാണ്? അഫക്റ്റഡ് ആയ ഫീമെയിൽ ആണ്. അപ്പം ഹീമോഫിലിക് ഫീമെയിൽ ആണ്. ദെൻ എക്സ് സ്മോൾ എച്ച് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീമോഫിലിക് ആയ മെയിലാണ്. ക്ലിയർ ആണല്ലോ? ദെൻ എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? കാരിയർ ആണ്. ആരാണ്? കാരിയർ ആയ ഫീമെയിൽ ആണ്. മെയിൽസിന്റെ കേസിൽ ഇങ്ങനെ കാരിയർ കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ഒരിക്കലും മെയിൽസിന്റെ കേസിൽ വരുന്നില്ല. കാരണം എന്താ? മെയിൽസിന്റെ കയ്യിൽ ഒരു ഒറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ അമ്മ ഹെട്രോസൈഗസ് ആണ്, അഥവാ കാരിയർ ആണ്. അച്ഛന് അസുഖമൊന്നുമില്ല. വീണ്ടും അമ്മ ഹെട്രോസൈഗസ് ആയ കാരിയർ ആണ്, അച്ഛന് അസുഖം ഉണ്ട്. അങ്ങനെ എഴുതാം, അസുഖം ഉണ്ട്. ക്ലിയർ? അടുത്തത്, അമ്മ ഹീമോഫിലിക് ആയ ആളാണ്, എക്സ് സ്മോൾ എച്ച്. പക്ഷെ അച്ഛൻ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ എന്ന് പറഞ്ഞാൽ അസുഖമൊന്നും ഇല്ലാത്ത ആളാണ്. അടുത്തൊരു അറേഞ്ച്മെന്റ്, അമ്മ ഹീമോഫിലിക് ആണ്, എക്സ് സ്മോൾ എച്ച്. അച്ഛനും ഹീമോഫിലിക് ആണ്, എക്സ് സ്മോൾ എച്ച് വൈ. ഈ 6 ചാൻസുകളാണ് വരാൻ പോണത്. ഇതിൽ ആർക്കൊക്കെ അസുഖം ഉണ്ടാവും, ആർക്കൊക്കെ അസുഖം ഉണ്ടാവില്ല നമ്മൾ പറയാൻ പോണത് കേട്ടോ. ഇത് ആരുടെ എല്ലാം പ്രത്യേകതയാണ്? എക്സ് ലിങ്ക്ഡ് റെസസീവ് ആയ എല്ലാ അസുഖത്തിനും പ്രത്യേകത കേട്ടോ. ഈ ഒരു ഹീമോഫീലിയന്റെ മാത്രമല്ല, എക്സ് ലിങ്ക്ഡ് റെസസീവ് ആയ എല്ലാ ആളുകളുടെയും പ്രത്യേകതയാണിത്. ക്ലിയർ? നോക്കുക. അപ്പൊ ഇനി ഇവിടുന്ന് നോക്കുക മക്കളെ, ഏതൊക്കെ ഗമീറ്റ്സ് ഉണ്ടാവുക? ഇവിടുന്ന് ഒരു എക്സ് ക്യാപിറ്റൽ എച്ച് എന്നുള്ള ഗമീറ്റ് ഉണ്ടാവും. ഇവിടുന്നോ എക്സ് ക്യാപിറ്റൽ എച്ച് എന്നുള്ള ഗമീറ്റ് ഉണ്ടാവും, വൈ ഉണ്ടാവും. ഇല്ലേ? പറ മക്കളെ, കുട്ടികൾ എങ്ങനെ വരിക?
എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് ക്യാപിറ്റൽ എച്ച്, അടുത്ത കുട്ടി എങ്ങനെ വരിക എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. ഇയാളാരാ അസുഖമൊന്നുമില്ലാത്ത ഫീമെയിൽ ആണ് അല്ലെ, അസുഖമൊന്നുമില്ലാത്ത ഫീമെയിൽ ആണ്. ഇതാരാ അസുഖമൊന്നുമില്ലാത്ത മെയിലാണ്. അപ്പൊ അച്ഛനും അമ്മക്കും അസുഖമില്ല എങ്കിൽ കുട്ടികൾക്ക് രണ്ടാൾക്കും അസുഖം ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടുപേർക്കും അസുഖമില്ല. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഏത് ഗമീറ്റ് ഉണ്ടാവുക, എക്സ് ക്യാപിറ്റൽ എച്ച് എന്നുള്ള ഗമീറ്റ് അമ്മന്റെ കയ്യിൽ നിന്നുണ്ടാവും. ഇവിടുന്നോ എക്സ് സ്മോൾ എച്ച് എന്നുള്ള ഗമീറ്റ്, ദെൻ വൈ എന്നുള്ള ഗമീറ്റ്. നോക്ക മക്കളെ, എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച് എന്നൊരു കുട്ടി ഉണ്ടാവും. ദെൻ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ എന്നൊരു ഗമീറ്റ് ഉണ്ടാവും. ഇതാരാ ഹെട്രോസൈഗസ് ആയ ഫീമെയിൽ അഥവാ കാരിയർ ആയ ഫീമെയിൽ. അസുഖം ഉണ്ടോ? ഇല്ല, കാരിയർ ആണ്. ഇതോ അൺഅഫക്റ്റഡ് ആയ മെയിൽ. അപ്പൊ ഈ ഒരു കേസിലും രണ്ടാൾക്കും അസുഖമില്ല. ഇനി അടുത്ത ഇവിടെ നോക്കുക, അമ്മയാരെ ഹെട്രോസൈഗസ്. അപ്പൊ രണ്ട് ഗമീറ്റ്സ് ഉണ്ടാക്കൂലേ, എക്സ് ക്യാപിറ്റൽ എച്ച് ടൈപ്പ് ഉണ്ടാക്കും, എക്സ് സ്മോൾ എച്ച് ടൈപ്പ് ഉണ്ടാക്കും. രണ്ട് ടൈപ്പ് ഗമീറ്റ് അമ്മ ഉണ്ടാക്കും. അച്ഛനോ ഒരു എക്സ് ക്യാപിറ്റൽ എച്ച് ടൈപ്പ് ഉണ്ടാക്കും, ഒരു വൈ ടൈപ്പ് ഉണ്ടാക്കും. നോക്കുക കുട്ടികളുടെ പ്രത്യേകം നോക്കുക, എക്സ് ക്യാപിറ്റൽ എച്ച് അതാണ് ഒരു കുട്ടി. ദെൻ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ ഇതാണ് അടുത്ത കുട്ടി. ദെൻ അടുത്ത കുട്ടി എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച് ഇതാണ് അടുത്ത കുട്ടി. ദെൻ എക്സ് സ്മോൾ എച്ച് വൈ ഇതാണ് അടുത്ത കുട്ടി. എക്സ് സ്മോൾ എച്ച് വൈ ഇതാണ് അടുത്ത കുട്ടി. ഇതാരാ അസുഖമൊന്നുമില്ലാത്ത ഫീമെയിൽ, അൺഅഫക്റ്റഡ് ഫീമെയിൽ. ഇതാരാ അൺഅഫക്റ്റഡ് മെയിൽ. ഇതാരാ കാരിയർ ഫീമെയിൽ. ഇതാരാ അഫക്റ്റഡ് മെയിൽ. കണ്ടോ അഫക്റ്റഡ് മെയിൽ. കണ്ടോ അഫക്റ്റഡ് മെയിൽ. അപ്പൊ ഇതാ ഹീമോഫീലിയുള്ള ഒരു ആൺകുട്ടിനെ കിട്ടി. എപ്പോ അമ്മ ഹെട്രോസൈഗസും അച്ഛൻ അസുഖമൊന്നും ഇല്ലാത്ത ആളുമായപ്പോ. അച്ഛൻ അസുഖമല്ല, പക്ഷെ അമ്മ കാരിയറാ. ചുരുക്കി പറഞ്ഞ രണ്ടാൾക്കും ഇപ്പൊ അസുഖമല്ല. ഇയാൾ കാരിയർ ആണെന്നേ ഉള്ളൂ, പക്ഷെ ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായി. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഇവിടെ നോക്കട്ടാ. ഇവിടെ ആരെ വരിക, എക്സ് ക്യാപിറ്റൽ എച്ച് വരും, എക്സിന്റെ സ്മോൾ എച്ച് വരും. അടുത്തതോ ഇവിടുന്ന് എക്സിന്റെ സ്മോൾ എച്ചും വരും, വൈയും വരും. ക്ലിയർ ആണല്ലോ? നോക്കുക കുട്ടികൾ എങ്ങനെ വരിക പറ. ഇതാരാ എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച്, ദെൻ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. നെക്സ്റ്റ് എക്സ് സ്മോൾ എച്ച് നോക്ക എക്സ് സ്മോൾ എച്ച് എക്സ് സ്മോൾ എച്ച്, ദെൻ എക്സ് സ്മോൾ എച്ച് വൈ. ക്ലിയർ ആണല്ലോ? നോക്കുക ഇവിടെ ആരാ കാരിയർ ആയ ഫീമെയില്, അൺഅഫക്റ്റഡ് ആയ മെയില്, ഫീമെയിൽ അസുഖം ഉണ്ടായി. കണ്ടോ ഫീമെയിൽ അഫക്റ്റഡ് ഫീമെയിൽ, ദെൻ അഫക്റ്റഡ് മെയിൽ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഇവിടെ നോക്കാം. ഈ ഒരു കേസിൽ നോക്കാം. ഇവിടെ ആരെ വരിക, എക്സ് സ്മോൾ എച്ച് വരും, ഒറ്റ ടൈപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടുന്നോ എക്സ് ക്യാപിറ്റൽ എച്ച് ടൈപ്പ് ഉണ്ടാവും, ദെൻ വൈ ടൈപ്പ് ഉണ്ടാവും. പറ മക്കളെ കുട്ടി എങ്ങനെ ഇരിക്കും, എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച്. ഈ കുട്ടി എങ്ങനെ ഇരിക്കും, എക്സ് സ്മോൾ എച്ച് വൈ. പറ മക്കളെ ഇയാളാരാ കാരിയർ ആയ ഫീമെയിൽ ഇല്ലേ, ഇയാളോ അഫക്റ്റഡ് ആയ മെയിൽ. കണ്ടോ ഒരു ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായി ഈ ഒരു കണ്ടീഷനിൽ. ഇനി ഇവിടെ നോക്കുന്ന സമയത്തോ എക്സ് സ്മോൾ എച്ച് എന്നുള്ള ഗമീറ്റ് ഇവിടുന്ന് ഉണ്ടാകും. ഇവിടുന്നോ എക്സ് സ്മോൾ എച്ച് എന്നുള്ളതും ഉണ്ടാവും, വൈ എന്നുള്ളതും ഉണ്ടാവും. നോക്കുക ഇതാരാണ്, എക്സ് സ്മോൾ എച്ച് എക്സ് സ്മോൾ എച്ച്, ദെൻ ഇതാരാ എക്സ് സ്മോൾ എച്ച് വൈ. പറ മക്കളെ ഇയാളാരാ അസുഖമുള്ള ഫീമെയിൽ അല്ലേ, ഹീമോഫിലിക് ആയ ഫീമെയിൽ. ഇയാളോ ഹീമോഫിലിക് ആയ മെയിൽ. അപ്പൊ ഈ രണ്ട് കേസിലും കുട്ടികൾക്ക് അസുഖം ഉണ്ടായി. അപ്പൊ എന്റെ മക്കൾ പറ ഈ രണ്ട് കേസിലും അസുഖമില്ലല്ലോ, അപ്പൊ ഇത് രണ്ട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. ഏതൊക്കെ കണ്ടീഷനില്ല, ഒന്ന് അമ്മ ഹെട്രോസൈഗസ് അച്ഛൻ അസുഖമില്ല, ആ കേസിൽ ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായി. രണ്ട് അമ്മ ഹെട്രോസൈഗസ് അച്ഛൻ ഹീമോഫിലിക്, അച്ഛൻ ഹീമോഫിലിക്, ആ കേസിൽ രണ്ടുപേർക്കും അസുഖം ഉണ്ടായി. ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായി, പെൺകുട്ടിക്ക് അസുഖം ഉണ്ടായി. ഈ ഒരു കേസിൽ അമ്മ ഹീമോഫിലിക് ആണ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അമ്മ ഹീമോഫിലിക് ആണ്, അച്ഛൻ അസുഖമൊന്നുമില്ല. അമ്മ ഹീമോഫിലിക് ആണ്, അച്ഛൻ അസുഖമൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ആർക്കുണ്ടായി, ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായി. ഈ ഒരു കേസിൽ രണ്ടുപേരും അഫക്റ്റഡ് ആണ്, അച്ഛനും അമ്മയും അഫക്റ്റഡ് ആണ്, ആ കേസിൽ രണ്ടുപേർക്കും അസുഖം ഉണ്ടായി. അപ്പൊ ഇത് നമ്മൾ നോക്കണ്ട, അച്ഛനും അമ്മക്കും അസുഖം ഉണ്ടായി, എന്തായാലും കുട്ടികൾക്ക് അസുഖം ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ അറിയുന്ന കേസല്ലേ. ഇതല്ലാത്ത രണ്ടെണ്ണം നോക്കിയാണ് മക്കളെ, അല്ലാത്ത മൂന്നെണ്ണം നോക്കിയാണ്. ഈ അല്ലാത്ത മൂന്നിലും ആൺകുട്ടികൾക്ക് അസുഖം ഉണ്ട് ഇല്ലേ, ഇവിടെ ആൺകുട്ടിക്ക് അസുഖമുണ്ട്, ഇവിടെ ആൺകുട്ടിക്ക് അസുഖമുണ്ട്, ഇവിടെ ആൺകുട്ടിക്ക് അസുഖമുണ്ട്. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലായി എന്ത്, ഈ അസുഖം കൂടുതൽ വരാൻ ചാൻസ് ആർക്കാണ്, ആൺകുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ് മെയിൽസിന് മാത്രമേ അസുഖം വരാനുള്ള ചാൻസ് കൂടാനുള്ള കാരണം, മെയിൽസിൽ ഒരൊറ്റ എക്സ് ക്രോമോസോമേ ഉള്ളൂ, അതിൽ സ്മോൾ എച്ച് വന്നാൽ തന്നെ എന്തായി, ആളെ അഫക്റ്റഡ് ആയി. എന്നാൽ ഫീമെയിൽസിന് 2 എക്സ് ക്രോമോസോം ഉണ്ട്, ആ 2 എക്സ് ക്രോമോസോമിൽ സ്മോൾ എച്ച് വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫീമെയിൽ അസുഖം വരുള്ളൂ.
ഒന്ന് ക്യാപിറ്റൽ എച്ച് ആയി കഴിഞ്ഞാൽ, ഒന്ന് ക്യാപിറ്റൽ എച്ച് ഒന്ന് സ്മോൾ എച്ച് ആയി കഴിഞ്ഞാൽ അയാൾ കാരിയർ ആണ്, അസുഖമല്ല. അയാൾ എന്ത് ചെയ്യും? കാരിയർ ആണ്, അടുത്ത തലമുറയ്ക്ക് അസുഖം കൈമാറുന്നേ ഉള്ളൂ, അയാൾക്ക് അസുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സ് എല്ലാം, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സ് എല്ലാം വരാൻ ചാൻസ് കൂടുതൽ ആർക്കാണ്? മെയിൽസിലാണ്. ആർക്കാണ്? മെയിൽസിനാണ്. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതാ ഹെട്രോസൈഗസ് ആയ ഫീമെയിൽ, ഹെട്രോസൈഗസ് ആയ മദർ, ഇത് ഹെട്രോസൈഗസ് ആയ മദർ അല്ലേ, ട്രാൻസ്മിറ്റ് ഡിസീസ് ടു ഹെർ സൺസ് അല്ലേ. ഹെട്രോസൈഗസ് ആയ മദർ എന്ത് ചെയ്യുന്നു? അവളുടെ കുട്ടികൾക്ക് അസുഖം കൈമാറുന്നു. ദെൻ ഈ ഒരു ആൺകുട്ടികൾക്ക് അസുഖം കൈമാറുന്നു. ഇവിടെ പിന്നെ ഓൾറെഡി അഫക്റ്റഡ് ആണല്ലോ, അപ്പൊ പോട്ടെ. അപ്പൊ ഈ ഒരു കേസ് നോക്കുക, അമ്മ എന്താവണമെന്നില്ല? ഹീമോഫിലിക് ആവണമെന്നില്ല. എന്തായാൽ തന്നെ ഹെട്രോസൈഗസ് അഥവാ കാരിയർ ആയാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആൺകുട്ടികൾക്ക് അസുഖം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് എഴുതണം. നമ്മൾ പറയുന്നത് കാരിയർ ആയ മദർ, കാരിയർ ആയ അഥവാ എന്താ ഹെറ്ററോസൈഗസ് ആയ മദർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ഡിസീസ് ടു ഹെർ സൺസ്, അവളുടെ ആൺകുട്ടികളിലേക്ക് അസുഖം കൈമാറുന്നു. ഹെറ്ററോസൈഗസ് ആയ അമ്മ ആൺകുട്ടികളിലേക്ക് അസുഖം കൈമാറുന്നു. എപ്പോഴാ പെൺകുട്ടികൾക്ക് അസുഖം ഉണ്ടാവുക? ഡോട്ടർ ഈസ് അഫക്റ്റഡ്, പെൺകുട്ടിക്ക് അസുഖം ഉണ്ടാവും. എപ്പോഴാ? ഓൺലി വെൻ എപ്പോ മാത്രം? അമ്മ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഹീമോഫിലിക് ആയിരിക്കണം, അല്ലെങ്കിലോ പെൺകുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അച്ഛനും അമ്മയും അച്ഛനും രണ്ടുപേരും ഹീമോഫിലിക് ആവണം. അതല്ലെങ്കിലോ അച്ഛൻ അഫക്റ്റഡും അമ്മ ഹീമോഫിലിക്കും ആയിരിക്കണം. അങ്ങനത്തെ ഒരു കേസിൽ പെൺകുട്ടികൾക്ക് അസുഖം കിട്ടുള്ളൂ. ഏതാ? ഡോട്ടർ ഈസ് അഫക്റ്റഡ് ഓൺലി വെൻ അവളുടെ അമ്മ, ഹർ മദർ, അവളുടെ മദർ അറ്റ്ലീസ്റ്റ് കാരിയർ, മിനിമം ആരായിരിക്കണം? കാരിയർ ആയിരിക്കണം. എന്തായാലും മതി, അഫക്റ്റഡ് ആയാലും മതി, പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ, എന്തായാലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് കാരിയർ ആയിരിക്കണം. ആൻഡ് ഫാദർ ഹീമോഫിലിക്, അച്ഛന് ഹീമോഫിലി ഉണ്ടാവും വേണം, അസുഖം ഉണ്ടാവും വേണം. അമ്മ മിനിമം കാരിയറുമായിരിക്കണം. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാത്രമേ ആർക്ക് അസുഖം കിട്ടുള്ളൂ? പെൺകുട്ടികൾക്ക് അസുഖം കിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ആർക്കാണ് അസുഖം കിട്ടുന്നത്? ആൺകുട്ടികൾക്കാണ് അസുഖം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഈ അസുഖം വരാൻ ചാൻസ് കൂടുതൽ ആർക്കാണെന്ന്? മെയിൽസിലാണെന്ന്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ഹീമോഫീലിയയിൽ പറയാനുള്ളത്. ഹീമോഫീലിയ പിന്നെ എന്തുകൊണ്ട് റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രേറ്റ് ബ്രിട്ടന്റെ രാജ്ഞിയായിരുന്നു ക്യൂൻ വിക്ടോറിയ അല്ലെ. ഈ ക്യൂൻ വിക്ടോറിയ ആരായിരുന്നു? ഈ പറഞ്ഞ ഹീമോഫീലിയയുടെ കാരിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ അസുഖത്തെ റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ക്യൂൻ വിക്ടോറിയ വാസ് എ ഹീമോഫീലിയ കാരിയർ. ക്ലിയർ? അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് എനിക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? ഹീമോഫീലിയ എന്നൊരു അസുഖത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ പറ മക്കളെ, എന്താ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ എക്സ് ലിങ്ക്ഡ് അഥവാ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് എഫക്റ്റഡ്, സോ എ സിമ്പിൾ കട്ട് ലീഡ്സ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ്. ഇത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ്. ഏതൊക്കെയാണ് പെയർ ഓഫ് അലീൽസ്? ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്. നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ അവർ നോർമലായ അഥവാ അൺഎഫക്റ്റഡ് ആയ ടൈപ്പാണ്. എന്നാൽ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീമോഫിലിക് ആയ ആളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് എക്സ് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ അത് അസുഖമൊന്നുമില്ലാത്ത ഫീമെയിൽ ആണ്. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ എന്നാൽ അൺഎഫക്റ്റഡ് ആയ മെയിൽ ആണ്. എക്സ് സ്മോൾ എച്ച് എന്നാൽ അഫക്റ്റഡ് ആയ ഫീമെയിൽ ആണ്. എക്സ് സ്മോൾ എച്ച് വൈ എന്ന് പറഞ്ഞാൽ അഫക്റ്റഡ് ആയ മെയിൽ ആണ്. എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരിയർ ആയ ഫീമെയിൽ ആണ്, അഥവാ ഹെട്രോസൈഗസ് ഫീമെയിൽ ആണ്. ക്ലിയർ ആണല്ലോ? അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ അസുഖം വരാനുള്ള ഫുൾ ചാൻസ് നമ്മൾ ചെക്ക് ചെയ്തേ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. എക്സ് ലിങ്ക്ഡ് റെസസീവായ എല്ലാ അസുഖങ്ങൾക്കും ബാധകമാണ്. റെഡി ആണല്ലോ? അപ്പൊ ഈ ഒരു സംഗതി പ്രത്യേകം ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ചാൻസ്, കാരിയർ ആയ മദർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ഡിസീസസ് ടു ഹെർ സൺസ്, അവരുടെ മക്കൾ ആൺകുട്ടികളിലേക്ക് അസുഖം കൈമാറുന്നുണ്ട്. ദെൻ പെൺകുട്ടികൾക്ക് അസുഖം കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ മിനിമം കാരിയർ ആയിരിക്കണം. അതല്ലെങ്കിലല്ല, അതിന്റെ കൂടെ തന്നെ ഫാദർ എന്തുമായിരിക്കണം? ഹീമോഫിലിക്കുമായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ഹീമോഫീലിയ എന്നുള്ളൊരു ഏരിയയിൽ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ അസുഖത്തിലേക്ക് പോവാം. രണ്ടാമത്തെ അസുഖത്തിന്റെ പേരാണ് കളർ ബ്ലൈൻഡ്നെസ്. എന്താണ്? കളർ ബ്ലൈൻഡ്നെസ്.
നിങ്ങൾ കേട്ടതായിരിക്കും ഇതിന് മുന്നേ തന്നെ അല്ലെ. കളർ ബ്ലൈൻഡ്നെസ് എന്താ? വർണ്ണാന്ധത എന്നാണ്. വർണ്ണാന്ധത അത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വർണ്ണാന്ധത അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ്. എന്താണ് കളർ ബ്ലൈൻഡ്നെസിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഓൾസോ എ സെക്സ് ലിങ്ക്ഡ് അഥവാ ബ്രാക്കറ്റിൽ എക്സ് ലിങ്ക്ഡ് എന്ന് കൊടുക്കാം. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. അപ്പൊ ഇതും ആരെന്നെയാണ്? ഒരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ മായ്ക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ അസുഖം വരുന്നത് ഇതേ പാറ്റേണിലാണ്. കാരണം ഇതും ആരാണ്? ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. എന്താണ് ഈ നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ, ഹെഡിങ് എഴുതിയിട്ടില്ല അല്ലേ. ഹെഡിങ് എന്താണ്? കളർ ബ്ലൈൻഡ്നെസ്. അപ്പൊ എന്താണ് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യട്ടോ. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി. എന്താണ്? ഇനബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് between red and green color due to defect in അങ്ങനെ പറയാം. defect in red or green cones. നമ്മൾ പഠിച്ചിട്ടുണ്ട് കളേർഡ് വിഷൻ, വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് കോൺ സെല്ലുകളാണ്. നമ്മുടെ റെറ്റിന നോക്കി കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്, റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ അഥവാ ഡിം ലൈറ്റുള്ള വിഷൻ പോസിബിൾ ആക്കുമ്പോൾ കളേർഡ് വിഷൻ പോസിബിൾ ആക്കുന്നത് അഥവാ ട്വൈലൈറ്റ് വിഷൻ പോസിബിൾ ആക്കുന്നത് നമ്മുടെ കോൺസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ആ കോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്വൈലൈറ്റ് അല്ല കേട്ടോ, കളേർഡ് വിഷൻ ആണ്. ട്വൈലൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ റോഡ് സെൽസിന്റെ തന്നെ പ്രത്യേകത തന്നെയാണ്. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പം ആ കോൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? കളറിനെ തിരിച്ചറിയാൻ സഹായിക്കുക. 3 ടൈപ്പ് കോൺസ് ഉള്ളത്. ഒന്നാരാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ, RBG. ഈ 3 ടൈപ്പ് ഉള്ളത്. ഇതിൽ റെഡിനോ ഗ്രീനിനോ എന്ത് സംഭവിക്കുന്നു? ഡിഫക്ട് സംഭവിക്കുന്നു. അത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? റെഡ് കളറിനെയും ഗ്രീൻ കളറിനും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. റെഡ് കളറിനെയും ഗ്രീൻ കളറിനും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ ശരീരത്തിൽ റെഡ് കളറിനെയും ഗ്രീൻ കളറിനെയും കാണിച്ചു തരാൻ സഹായിക്കുന്ന കോൺ സെല്ലിൽ ഏതോ ഒന്ന് ഡിഫക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ അസുഖത്തെ കൺട്രോൾ ചെയ്യുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ പെയർ ഓഫ് അലീൽസ് ആണ്. ആ അലീൽസ് എവിടെയാണ് കാണാം മക്കളെ? അലീൽസ് അഥവാ ആ ജീൻസ് എവിടെയാണ് കാണാം? എക്സ് ക്രോമോസോമിലാണ് കാണാം. ആ അലീൽസിന്റെ പേര് ഒന്ന് ക്യാപിറ്റൽ സി, കളർ മാറ്റി എഴുതാം. ഒന്ന് ക്യാപിറ്റൽ സി, 2 സ്മോൾ സി. സി റെപ്രസെന്റ് കളർ ബ്ലൈൻഡ്നെസ്. ക്ലിയർ ആണല്ലോ. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ വെച്ചു സ്മോൾ വെച്ചോ, അതെന്താ? ഹീമോഫിലിയ എന്നുള്ളതിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സിയും സ്മോൾ സിയും. അപ്പൊ എന്റെ മക്കൾ പറ, ഒരാൾ ക്യാപിറ്റൽ സി എന്ന് വന്നാൽ അയാൾ ആരായിരിക്കും? നോർമൽ ആയിരിക്കും അല്ലെ. നോർമൽ ആയിരിക്കും. അതല്ലെങ്കിൽ അഥവാ അൺഅഫക്റ്റഡ് ആയിരിക്കും. അസുഖമൊന്നും ഇല്ലാത്ത ആളായിരിക്കും. എന്നാൽ സ്മോൾ സി എന്ന് വന്നാലോ അയാൾ ആരായിരിക്കും? കളർ ബ്ലൈൻഡ് ആയിരിക്കും. കളർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളായിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെ എടുത്താൽ നമ്മൾ ഇവിടെ എന്ത് മാറ്റി കൊടുത്താൽ മതി? ഈ എച്ച് എന്ന് മാറ്റിയിട്ട് ഇങ്ങനെ സി ഇങ്ങനെ കൊടുത്താൽ മതി. കാര്യം കത്തിയല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയാണ് അസുഖം കൈമാറുക. എങ്ങനെയാണ് കൈമാറുക? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സെന്റൻസ് തന്നെ ഇവിടെ എഴുതണം. എന്ത് ചെയ്യുന്നു? കാരിയർ മദർ എന്ത് ചെയ്യുന്നു? കാരിയറായ മദർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ഡിസീസ് ടു ഹെർ സൺസ് അല്ലെ. ആൺകുട്ടികളിലേക്ക് അസുഖം കൈമാറുന്നു. ഇനി പെൺകുട്ടികൾക്ക് അസുഖം കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഡോട്ടർ ഈസ് എഫക്റ്റഡ് ഓൺലി വെൻ എപ്പോൾ മാത്രമാണ്? ഓൺലി വെൻ മദർ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് കാരിയർ ആയിരിക്കണം അല്ലെ. ആൻഡ് ഫാദർ എന്തായിരിക്കണം? കളർ ബ്ലൈൻഡ് ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ അസുഖം കൈമാറുള്ളൂ. ഇവിടെ ഈ അസുഖം കിട്ടാൻ ചാൻസ് കൂടുതൽ ആർക്കാണ്? നമ്മൾ പറഞ്ഞ പോലെ മെയിൽസിലാണ്. NCERT പറയുന്നു ഇറ്റ് ഈസ് കളർ ബ്ലൈൻഡ്നെസ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇറ്റ് അഫക്ട് 8% ഓഫ് മെയിൽസ്. അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. ഇറ്റ് അഫക്ട് 8% ഓഫ് മെയിൽസ് ആൻഡ് ഓൺലി
0.4% ഓഫ് ഫീമെയിൽസ്. ഇങ്ങനെയാണ് പറയുന്നത് NCERT പറയുന്നത്. ഇത് 8% പുരുഷന്മാരെയും വെറും 0.4% ഫീമെയിൽസിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഫീമെയിൽസ് പറ്റ കുറയുള്ള കാരണം? നമ്മൾ പറഞ്ഞു ഈ ഒരു അലീൽ കാണപ്പെടുന്ന എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് അസുഖം ആയിക്കോട്ടെ അവരുടെയൊക്കെ ട്രാൻസ്മിഷന്റെ ഇൻഹെറിറ്റൻസിന്റെ പാറ്റേൺ വരുന്നത് ഒരേപോലെ ഇരിക്കും. നമുക്ക് കാര്യമായിട്ട് ടെൻഷൻ അടിക്കാനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളൂ? കളർ ബ്ലൈൻഡ്നെസിനെ കുറിച്ച് പറയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഹീമോഫീലിയ പറഞ്ഞ സമയത്ത് തന്നെ ക്യാച്ച് ചെയ്തതാണ്. നോക്കുക, കളർ ബ്ലൈൻഡ്നെസ്സും എന്താണ്? ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. എന്താണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ? ഇനബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ ഡ്യൂ ടു ഡിഫക്ട് ഇൻ റെഡ് ഓർ ഗ്രീൻ കോൺസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പെയർ ഓഫ് അലീൽസ് ആണ്. ഒന്ന് ക്യാപിറ്റൽ C, രണ്ട് സ്മോൾ c. ക്യാപിറ്റൽ C എന്ന് പറഞ്ഞാൽ നോർമൽ ആയ അൺഅഫക്റ്റഡ് ആയ ആളാണ്. സ്മോൾ c എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളാണ്. ഇത് ഏകദേശം 8% മെയിൽസിലും 0.4% ഫീമെയിൽസിലും കാണപ്പെടുന്നുണ്ട്. റെഡി ആണല്ലോ? ഓക്കെ, റെഡി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതെന്താ, നമ്മൾ അമ്മ ക്യാരിയർ ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അവരുടെ ആൺകുട്ടികൾക്ക് അസുഖം കിട്ടും. പെൺകുട്ടികൾക്ക് അസുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മ അറ്റ്ലീസ്റ്റ് ക്യാരിയർ ആയിരിക്കണം, ദെൻ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഞാൻ അധികം പറയുന്നു വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അസുഖം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഡിസോർഡർ. ഞാൻ അപ്പൊ അത് മായ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വേറെ ടൈപ്പാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി മൂന്നാമത് പഠിക്കാനുള്ള വേറെ ഡിസീസിനെ കുറിച്ചാണ്. അതാണ് ആരെന്ന് പറയോ? നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെയാണ് പറയട്ടോ. നമ്മുടെ ചോല നായ്ക്കർ വിഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആദിവാസി വിഭാഗം. ഈ ആദിവാസി വിഭാഗത്തിലൊക്കെ വളരെ കൂടിയ അളവിൽ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അസുഖമാണ് ഈ അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കട്ടോ, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്, സിക്കിൾ സെൽ അനീമിയ ഈസ് എ ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. എന്താ ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞാല് ഈ അസുഖവുമായി ബന്ധപ്പെട്ട ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓട്ടോസോമൽ ക്രോമസോമുകളിലാണ്. ഏതിലാണ്? ഓട്ടോസോമൽ ക്രോമസോമുകളിലാണ്. ആ ഓട്ടോസോമൽ ക്രോമസോമുകളിൽ റെസസീവ് ആയിട്ട് വരുന്ന സമയത്ത്, അലീൽ നൊട്ടേഷൻ റെസസീവ് ടൈപ്പിൽ വരുന്ന സമയത്താണ് ഈ അസുഖം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ആയ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഈ അസുഖം ഉണ്ടാകുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് സെക്സ് ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്നൊരു കാര്യം മനസ്സിലായി. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടാൻ ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരേ ചാൻസ് ആണ്. ആൺകുട്ടികൾക്ക് കൂടുതലും പെൺകുട്ടികൾക്ക് കുറവും ഇങ്ങനൊന്നും പറയില്ല. കാരണം എന്താ? ഇത് എക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോമൽ ആണ്. ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ മെയിൽസിനും ഫീമെയിൽസിനും ഒരേപോലെയാണ് വരും. നമ്മുടെ ബോഡിയിൽ 22 പെയർ ഓട്ടോസോമൽ ക്രോമസോംസ് ഉള്ളത്. അത് മെയിൽസിനും ഫീമെയിൽസിനും കോമൺ ആണ്. സോ ഇത് ആൺകുട്ടികൾക്ക് കൂടുതൽ പെൺകുട്ടികൾക്ക് കുറവ് ഇങ്ങനത്തെ കണക്കൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നമ്മൾ പറയുന്നു ഈ ജീൻ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു? ഓട്ടോസോമൽ ക്രോമസോംസിലാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻസിനെ, അവരുടെ അലീൽസിനെ നോക്കണ്ടേ? ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ്. ഇതിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു പെയർ അലീൽസ് ആണ്. ആ അലീൽസിന്റെ പേര്, ഒന്നിന്റെ പേര് HBA, ഒന്നിന്റെ പേരാണത് HBA, രണ്ടാമത്തെ പേരാണ് HBS. S സ്റ്റാൻഡ്സ് ഫോർ സിക്കിൾ സെൽ. ക്ലിയർ ആണല്ലോ? HBA ആൻഡ് HBS. HBA എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നോർമലായ അഥവാ അൺഅഫക്റ്റഡ് ആയ അസുഖമൊന്നും ഇല്ലാത്ത ആളാണ്. HBS എന്ന് വരികയാണെങ്കിൽ അയാള് സിക്കിൾ സെൽഡ് ആണ്. ആരാണ്? സിക്കിൾ സെൽഡ് ആയ ആളാണ്. സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളാണ്, അഫക്റ്റഡ് ആയ ആളാണ് അഥവാ അഫക്റ്റഡ് ആയ ആളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ അസുഖം വരിക നമുക്ക് നോക്കണ്ടേ? നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അതിന്റെ പാറ്റേൺ ഒന്ന് വരച്ചു നോക്കുക. നമ്മൾ ഇനി വരക്കാൻ പോണ പാറ്റേൺ ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സിന് എല്ലാവർക്കും ബാധ്യസ്ഥമായ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ 2 അസുഖം ഡിസ്കസ് ചെയ്ത് മൊത്തം 6 അസുഖം ഉള്ളത്. അതിൽ 5 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി വരാൻ പോകുന്നതെല്ലാം ഇപ്പൊ നമ്മൾ 2 കഴിഞ്ഞു, ഇനി 3 ഉണ്ട്. ആ 3 എല്ലാം ഏതന്നെയാണ്? ഈ ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പരക്കാൻ പോണ പാറ്റേൺ ഇനി വരാൻ പോകുന്ന, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ അസുഖങ്ങൾക്കും ബാധകമാണ് കേട്ടോ.
അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ പാരന്റ് അച്ഛനാരാ HbA എന്ന് പറഞ്ഞ അസുഖമൊന്നും ഇല്ലാത്ത ആള്. അമ്മയും ആരാ HbA അസുഖമൊന്നും ഇല്ലാത്ത ആള്. ഇതാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് അച്ഛൻ HbA അമ്മ HbS. റെഡി. ഇനി മൂന്നാമത്തത് അച്ഛൻ HbS അമ്മ നേരെ തിരിച്ച് ഇതേപോലെ HbA ഇങ്ങനെ ഒരു സാധനം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇത് ഓട്ടോസോമിലാണ്. അതുകൊണ്ട് എവിടെ എഴുതിയാലും ഇത് അച്ഛൻ ഇത് അമ്മ, പകരം ഇത് അച്ഛൻ ഇത് അമ്മ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈപ്പ് നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. റെഡി ആണല്ലോ. ഇനി നമ്മൾ നേരിട്ട് എന്ത് ചെയ്താണ്, രണ്ടുപേരും ഹെട്രോസൈഗസ് ആയത് എഴുതിയാൽ മതി. കാരണം എന്താ, ഇത് മെയിൽസിൽ വേറെ ഫീമെയിൽസിൽ വേറെ ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ആദ്യം അച്ഛൻ എഫക്റ്റഡ്, അമ്മ അൺഎഫക്റ്റഡ്, അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ പാരന്റ് ആരായാലും ഇവിടെ കുഴപ്പമില്ല, കാരണം ഓട്ടോസോമിലാണ്. ക്ലിയർ ആണല്ലോ. റെഡി. ഇനി അടുത്തത് നോക്കുക. HbS ഒപ്പം ആരാണ് HbS. ഇതൊരു പാറ്റേൺ ആണ്. അടുത്തത് HbS ക്രോസ് HbS. റെഡി. HbS റെഡി ആണല്ലോ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എത്ര ടൈപ്പ് വരുന്നുണ്ട്? 5 ടൈപ്പ് വരുന്നുണ്ട്. 6 ഉണ്ട് ശരിക്കും, പക്ഷെ അതിലൊന്ന് നമ്മൾ ഒഴിവാക്കിയതാ കേട്ടോ. കാരണം ഒഴിവാക്കാനുള്ള കാരണം എന്താ, അച്ഛനിൽ അമ്മ അത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ യാതൊരു മാറ്റം വരാൻ പോണില്ല. ക്ലിയർ. നമ്മൾ നോക്കുക എപ്പോഴൊക്കെയാണ് അസുഖം കിട്ടുക. ഇവിടെ ഏത് ഗമീറ്റ ഉണ്ടാവും മക്കളെ? HbA ഉണ്ടാവും. ഇവിടെയോ HbA ഉണ്ടാവും. രണ്ടുപേർക്കുണ്ടാവുന്ന കുട്ടി ആരായിരിക്കും? HbA ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, അസുഖമൊന്നും ഇല്ലാത്ത ആളായിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. ദെൻ ഇവിടെ നോക്കുക. ഇവിടുന്ന് ഏത് ഗമീറ്റ ഉണ്ടാവുക? HbA ഉണ്ടാവും. ഇവിടുന്ന് ആരൊക്കെ ഉണ്ടാവും? HbA ഉണ്ടാകും, HbS ഉണ്ടാവും. നോക്കുക എങ്ങനെയായിരിക്കും കുട്ടി? HbA. ഈ കുട്ടി എങ്ങനെയായിരിക്കും? HbS. ഇയാളാരാ? അസുഖമൊന്നും ഇല്ലാത്ത ആളാണ്. ഇയാളാരാണ്? HbS കാരിയർ ആണ്. ഇയാൾ കാരിയർ. രണ്ടുപേർക്കും അസുഖമില്ല. ഇയാൾ കാരിയർ കേട്ടോ. കാരിയർ എന്നാണ്, അസുഖമില്ലാത്ത ആളാണ്. ദെൻ ഇവിടെ